നമസ്കാരം. ഉച്ചവാർത്ത ആരംഭിക്കുന്നു. ഇന്ന് ഇതുവരെയുള്ള എല്ലാ വാർത്തകളും സമഗ്രമായി നോക്കാം. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമാക്കി മുന്നണികൾ. 100 സീറ്റുകളിൽ വിജയം ഉറപ്പെന്ന് UDF നേതാക്കൾ. സീറ്റ് നിർണയം വൈകിയില്ലെന്നും നുണബോംബുകൾ കൊണ്ട് UDF-നെ തകർക്കാനാകില്ലെന്നും പ്രതിപക്ഷ നേതാവ്. UDF ഒറ്റക്കെട്ടെന്ന് അടൂർ പ്രകാശ്. പ്രചരണത്തിൽ സജീവമാകുമെന്ന് കെ സുധാകരൻ. കണ്ണൂരിലെ UDF സ്ഥാനാർത്ഥി TO മോഹനൻ കെ സുധാകരനെ കണ്ടു. UDF പിന്തുണ സ്വീകരിച്ച ജി സുധാകരൻ. പിണറായിയുടെ 3ാം ഊഴം സഫലമാകില്ലെന്നും P പ്രസാദിനെതിരെ പ്രചാരണം നടത്തുമെന്നും സുധാകരൻ. ജനം LDF-ന് വോട്ട് ചെയ്യില്ലെന്നും വിമർശനം. CPM വിമതർക്ക് UDF പിന്തുണ നൽകിയതിനെതിരെ കണ്ണൂരിൽ പ്രതിഷേധം. തളിപ്പറമ്പ്, പയ്യന്നൂർ മണ്ഡലങ്ങളിൽ മത്സരിക്കാൻ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ. BJP-യുടെ 3ാം സ്ഥാനാർത്ഥി പട്ടിക ഉടൻ. തിരുവനന്തപുരം സെൻട്രലിൽ കരമന ജയന് സാധ്യത. കോൺഗ്രസ് നേതാക്കളായ BS അനൂപും അരുൺ രാജും BJP-യിൽ ചേർന്നു. RJD വിട്ട V സുരേന്ദ്രൻ പിള്ളയുടെ BJP പ്രവേശം വൈകുന്നു. തീരുമാനം വൈകിട്ട്. സംസ്ഥാനത്ത് ചെറിയ പെരുന്നാൾ ആഘോഷം. ലോകത്ത് ഇസ്ലാമോഫോബിയ ശക്തിപ്പെടുന്നെന്നും തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കണമെന്നും പാളയം ഇമാം VP സുഹൈബ് മൗലവി. മുസ്ലിം സമൂഹം വലിയ വെല്ലുവിളി നേരിടുന്ന കാലമെന്ന് ജമായത്തെ ഇസ്ലാമി കേരള അമീർ മുജീബ് റഹ്മാൻ. ഓഹരി വിപണിയിൽ നേട്ടം. സെൻസെക്സ് 800 പോയിന്റ് ഉയർന്നു. ഡോളറിനെതിരെയുള്ള രൂപയുടെ മൂല്യം വീണ്ടും കുറഞ്ഞു. 26 പൈസ ഇടിഞ്ഞ് 92 രൂപ 89 പൈസയായി. നൂറിലധികം സീറ്റുമായി UDF തിരിച്ചുവരുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സ്ഥാനാർത്ഥി നിർണയം വൈകിയില്ലെന്നും നുണബോംബുകൾക്ക് UDF-നെ തകർക്കാനാവില്ലെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. കേരളത്തിലെ UDF-ന്റെ ഏറ്റവും വേഗത്തിലുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ് നടന്നത്. അക്ഷരാർത്ഥത്തിൽ ടീം UDF ആയി. ചില വിട്ടുവീഴ്ചകളുണ്ടായി. 3 ദിവസമേ എടുത്തിട്ടുള്ളൂ. അതാണ് ഈ താമസമെന്ന് പറയുന്നതെന്നും പ്രതിപക്ഷ നേതാവ് ചോദിച്ചു. AKG സെന്ററിൽ ഇരുന്ന് പ്രഖ്യാപിക്കും പോലെയല്ല തങ്ങളുടെ സ്ഥാനാർത്ഥി നിർണയമെന്നും അതിൻ്റെതായ നടപടിക്രമമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാ കാലത്തും ഒരു പാർലമെന്റ് അംഗം മത്സരിക്കണോ വേണ്ടെന്ന് ദേശീയ നേതൃത്വമാണ് തീരുമാനിക്കുന്നത്. അപ്പൊ അത് ശ്രീ രാഹുൽ ഗാന്ധിയും ശ്രീ മല്ലികാർജുൻ ഖാർഗെയും ഉൾപ്പെടെയുള്ള നേതൃത്വം ആണ് ആ തീരുമാനം പറയേണ്ടത്. ഞങ്ങൾ അവരുടെ മുമ്പിൽ പറഞ്ഞു ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ അതൊരു തീരുമാനം എടുത്തിട്ട് പറഞ്ഞാൽ ഞങ്ങൾ ആ വന്ന സ്ഥാനാർത്ഥികളുടെ പേരിലൊന്നും ഒരു പേര് പോലും ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം അവിടെ നിന്ന് തീരുമാനം എടുക്കാതെ വേറൊരു പേര് വരുന്നത് ശരിയല്ല. ഒരു വൈകലും ഉണ്ടായില്ല. നിങ്ങൾ ഇനി വൈകിയെന്നുള്ള വാക്ക് ഉപയോഗിക്കരുത്. എവിടെ വൈകിയത്? കോൺഗ്രസ് ചരിത്രത്തിൽ ഒരു തർക്കം ഉണ്ടായിട്ടില്ല. ഒരു തർക്കവും. അതെന്തിനാണ്? അത് കോൺഗ്രസ് നേതൃത്വം തീരുമാനിക്കണ്ടേ? CC അല്ലേ തീരുമാനിക്കണത്. അവിടെ അവര് മത്സരിക്കണോ വേണ്ടോ എന്നുള്ളത് നിങ്ങൾ വലിയ വാർത്തയൊക്കെ ഇട്ട് നിങ്ങൾ തന്നെ വിചാരിക്കണത് ഭയങ്കര വൈകിയെന്ന്. UDF ഒറ്റക്കെട്ടെന്ന് കൺവീനർ അടൂർ പ്രകാശ്. മുന്നണി 100 സീറ്റുകളുമായി അധികാരത്തിൽ വരും. സ്ഥാനാർത്ഥിത്വത്തിൽ ചില കാലതാമസമുണ്ടായി. അത് മനഃപൂർവ്വമല്ല. ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. MP-മാർ മത്സരിക്കേണ്ടതില്ലെന്ന് AICC തീരുമാനിച്ചു. അതനുസരിച്ച് MP-മാർ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൽ UDF 100 സീറ്റിലധികം നേടിയെടുത്തുകൊണ്ട് കേരളത്തിൽ അധികാരത്തിൽ വരും എന്ന കാര്യത്തിൽ ഒരു തർക്കവും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളമില്ല. ഞങ്ങളുടെ ഒരു നാഷണൽ പാർട്ടി എന്നുള്ള നിലയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ചില തീരുമാനങ്ങൾ എടുക്കുവാനുള്ള കാലതാമസം ഉണ്ടായി. ആ കാലതാമസം ഉണ്ടായത് മനഃപൂർവ്വമായി ഉണ്ടാക്കിയ കാലതാമസമല്ല. ഞങ്ങൾക്ക് ഒരു തീരുമാനം കൈക്കൊള്ളുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ അഖിലേന്ത്യാ തലത്തിലുള്ള പാർട്ടി എന്നുള്ള നിലയിൽ ചില തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് അതിൻ്റേതായ കാലതാമസം ഉണ്ടായിട്ടുണ്ട്. താൻ ജനകീയ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെന്ന് ജി സുധാകരൻ. അമ്പലപ്പുഴയിൽ UDF നേതാക്കൾ പിന്തുണ അറിയിച്ചെന്നും UDF പിന്തുണ സ്വീകരിക്കുമെന്നും സുധാകരൻ അറിയിച്ചു. P പ്രസാദിനെതിരെ പ്രചാരണം നടത്തും. പിണറായിയുടെ 3ാം ഊഴം സഫലമാകില്ല. ജനം LDF-ന് വോട്ട് ചെയ്യില്ലെന്നും അദ്ദേഹം പറഞ്ഞു.
ഞാൻ ജനകീയ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പ്രചരണം നടത്തും. ജനകീയ സ്വതന്ത്ര സ്ഥാനാർത്ഥി? അതെ, അതാണല്ലോ ഞാൻ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. പിന്നെ എന്നെ സഹായിക്കാൻ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽപ്പെട്ടവർക്കോ രാഷ്ട്രീയ പാർട്ടികൾക്കോ മുന്നോട്ട് വരാൻ അതിനൊന്നും നമുക്ക് തർക്കമില്ല. അങ്ങനെയാണല്ലോ കോൺഗ്രസ് പ്രവർത്തകർ മുന്നോട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നിലപാടിൽ എന്താ മാറ്റം വരുന്നത്? അദ്ദേഹം മുഖ്യമന്ത്രിയാവുന്നതിൽ സന്തോഷമുണ്ടോ നിങ്ങൾ ചോദിച്ചപ്പോൾ സന്തോഷമാണ്. ഞാനെന്താ? വിവാദങ്ങൾക്ക് ശേഷം കണ്ണൂരിലെത്തിയ കെ സുധാകരൻ എംപിക്ക് ഉജ്ജ്വല വരവേൽപ്പ് നൽകി കോൺഗ്രസ് പ്രവർത്തകർ. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ യൂത്ത് കോൺഗ്രസ് നേതാക്കളായ റിജിൽ മാക്കുറ്റി, മുഹമ്മദ് ഷമാസ് എന്നിവർ എംപിയെ സ്വീകരിച്ചു. ക്ഷീണിതനാണെന്ന് പ്രതികരിച്ച എംപി വരും ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ സജീവമാകുമെന്ന് അറിയിച്ചു. മറ്റന്നാൾ മുതൽ പ്രചരണത്തിനിറങ്ങും. ഇരിക്കൂർ മണ്ഡലത്തിൽ സജീവ് ജോസഫിന് വേണ്ടിയാണ് ആദ്യ പ്രചരണം. കണ്ണൂർ മണ്ഡലം UDF സ്ഥാനാർത്ഥി ടി.ഒ. മോഹനൻ കെ സുധാകരനെ സന്ദർശിച്ചു. കെ സുധാകരൻ പ്രചാരണത്തിനിറങ്ങുമെന്ന് ഉറപ്പ് ലഭിച്ചതായി ടി.ഒ. മോഹനൻ പിന്നീട് പറഞ്ഞു. ഐക്യമുന്നണി വിജയിക്കേണ്ടത് ആവശ്യമാണെന്നും വലിയ ദൌത്യമാണ് ഏൽപ്പിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. തന്നെ എക്കാലവും പിന്തുണച്ച നേതാവാണ് കെ സുധാകരനെന്നും മോഹനൻ വ്യക്തമാക്കി. ടീമായി മുന്നോട്ടു പോകും, കോൺഗ്രസിന്റെ വിജയത്തിനായി പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏറ്റവും സമുന്നതനായ നേതാവാണ്. കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് ശ്രീമാൻ കെ സുധാകരൻ. നമുക്കൊക്കെ തന്നെ എല്ലാ മാർഗനിർദ്ദേശങ്ങളും എല്ലാ കാലത്തും തന്നുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ജില്ലയിൽ മാത്രമല്ല സംസ്ഥാനത്ത് ഏറ്റവും ഉജ്ജ്വലമായി നയിച്ച ഒരു നേതാവാണ് അദ്ദേഹം. കണ്ണൂർ അസംബ്ലി നിയോജക മണ്ഡലത്തിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ വീട്. അദ്ദേഹത്തിന്റെ പ്രവർത്തന മണ്ഡലം കൂടുതൽ കണ്ണൂരാണ്. കണ്ണൂരിലെ കോൺഗ്രസ് പ്രവർത്തകന്മാർക്ക് എന്നും ഊർജ്ജവും ആവേശവും നൽകിയ നേതാവ് എന്നുള്ള നിലയിൽ തന്നെയാണ് എല്ലാ കാലത്തും അദ്ദേഹത്തെ നമ്മൾ കണ്ടിട്ടുള്ളത്. CPM വിമതർക്ക് UDF പിന്തുണ നൽകിയതിനെതിരെ പ്രതിഷേധം. കോൺഗ്രസ് തീരുമാനത്തിനെതിരെ തളിപ്പറമ്പ്, പയ്യന്നൂർ മണ്ഡലങ്ങളിൽ യൂത്ത് കോൺഗ്രസ് മത്സരിക്കും. തളിപ്പറമ്പിൽ ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹനനും പയ്യന്നൂരിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് ഫർസീൻ മജീദും തിങ്കളാഴ്ച നോമിനേഷൻ നൽകും. യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടേതാണ് തീരുമാനം. അതിനിടെ കണ്ണൂർ മണ്ഡലം വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുന്നുണ്ട്. ജോസഫ്, ഈ വിമതരെ, അതായത് പയ്യന്നൂരും തളിപ്പറമ്പും വിമതരെ പിന്തുണയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കണ്ണൂർ കോൺഗ്രസിൽ യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത്. അമ്പിളി, യൂത്ത് കോൺഗ്രസ് തുടക്കം മുതലേ ഉടക്കിട്ട് നിൽക്കുകയാണ്. പയ്യന്നൂരിലും തളിപ്പറമ്പിലും CPM വിമതരെ പിന്തുണയ്ക്കാനുള്ള നീക്കത്തിൽ ആദ്യം തന്നെ എതിർപ്പ് രേഖപ്പെടുത്തിയത് യൂത്ത് കോൺഗ്രസ് ആണ്. ഇത്തരത്തിൽ കോൺഗ്രസിന്റെ കൊടി പിടിച്ചവർ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളാകണം, അവർക്ക് പിന്തുണ നൽകണമെന്ന ആവശ്യമാണ് പ്രധാനമായും യൂത്ത് കോൺഗ്രസ് ഉന്നയിച്ചിരിക്കുന്നത്. പയ്യന്നൂർ ഫർസീൻ മജീദും തളിപ്പറമ്പിൽ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റായിട്ടുള്ള വിജിൻ മോഹനും സ്ഥാനാർത്ഥിയായി തിങ്കളാഴ്ച നാമനിർദ്ദേശ പത്രിക നൽകുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും CPM വിമതരെ ഉപയോഗിച്ചുകൊണ്ട് UDF മെച്ചമുണ്ടാക്കാമെന്ന് കരുതുന്ന ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഉടക്കിട്ട് നിൽക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. എന്തായാലും TK ഗോവിന്ദൻ തളിപ്പറമ്പിൽ മത്സരിക്കുകയാണെങ്കിൽ അത് വലിയ രീതിയിൽ മെച്ചമുണ്ടാക്കാൻ സാധിക്കില്ല എന്നാണ് ഇക്കൂട്ടർ വാദിക്കുന്നത്. മാത്രമല്ല, ഒരു പറ്റം പ്രാദേശിക നേതാക്കളും യൂത്ത് കോൺഗ്രസിന് പിന്തുണയുമായി രംഗത്തുണ്ട്. ഇവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, TK ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം വരെ ഇത്തരത്തിൽ ആക്രമിക്കാൻ നിന്ന ആളുകളെ അനുകൂലിച്ചവരാണ്. ഇങ്ങനെയുള്ള ആളുകളെ ഇന്ന് അംഗീകരിക്കാൻ മനസ്സില്ല എന്നാണ് തളിപ്പറമ്പിലെ യൂത്ത് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കുന്നത്. അതുപോലെ അതേ വികാരം ഇത്തരത്തിൽ ചില കോൺഗ്രസ് നേതാക്കളും പങ്കുവയ്ക്കുന്നുണ്ട്. എന്തായാലും ജനപ്രീതി ഇല്ല എന്നുള്ള കാര്യമാണ് TK ഗോവിന്ദനെ സംബന്ധിച്ചിടത്തോളം യൂത്ത് കോൺഗ്രസ് ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു പ്രധാന ആരോപണം. മാത്രവുമല്ല, ഈ സാഹചര്യങ്ങളിൽ ഈ CPMലെ വലിയ കലുഷിതമായിരിക്കുന്ന സാഹചര്യങ്ങളിൽ തളിപ്പറമ്പ് മണ്ഡലത്തിൽ UDFന്റെ ചിഹ്നത്തിൽ കൈപ്പത്തി അടയാളത്തിൽ ഒരു സ്ഥാനാർത്ഥി ഉണ്ടാകുകയാണെങ്കിൽ ആ UDF സ്ഥാനാർത്ഥിക്ക് നിരുപാധികമായി വിജയിച്ചു കയറാൻ കഴിയുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. കഴിഞ്ഞ വർഷത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇവിടെ വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിരുന്നു. 10,000 വോട്ടുകളുടെ മാത്രം ഭൂരിപക്ഷമാണ് ഇവിടെ LDFന് നേടാൻ സാധിച്ചത്. അങ്ങനെയെങ്കിൽ ഇത്തവണത്തെ പ്രത്യേക സാഹചര്യങ്ങളിൽ മെച്ചമുണ്ടാക്കാൻ കഴിയുമെന്ന
ആത്മവിശ്വാസവും വാദവുമാണ് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അതുപോലെ തന്നെയാണ് പയ്യന്നൂരിൽ യൂത്ത് കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ഫർസീൻ മജീദാണ് ഇത്തരത്തിൽ നാമനിർദ്ദേശ പത്രിക നൽകാൻ ഒരുങ്ങുന്നത്. ഇതിന് യൂത്ത് കോൺഗ്രസിന്റെ പൂർണ്ണമായ പിന്തുണയുണ്ട്. കഴിഞ്ഞ ആഴ്ച യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം കൺവെൻഷൻ വിളിച്ചു ചേർത്ത യൂത്ത് കോൺഗ്രസ് അസന്നിഗ്ധമായി പറഞ്ഞൊരു കാര്യം, കോൺഗ്രസിന്റെ കൊടി പിടിച്ചവർ തന്നെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളായി വരണം, അവരെ മാത്രമേ പിന്തുണയ്ക്കുകയുള്ളൂ. കഴിഞ്ഞ കാലങ്ങളിൽ സിപിഎമ്മിന്റെ അക്രമ രാഷ്ട്രീയത്തിൽ വെള്ളവും ബലവും കൊടുത്ത ആളുകളാണ് ഈ വി കുഞ്ഞികൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആളുകൾ. അവരെ അംഗീകരിക്കുന്നതിൽ വലിയേറെ പ്രയാസമുണ്ട്. മാത്രമല്ല, വി കുഞ്ഞികൃഷ്ണന്റെ പോരാട്ടം TA മധുസൂദനെതിരെ എന്ന വ്യക്തിക്ക് മാത്രമാണ്. പക്ഷേ അദ്ദേഹം ഒരിക്കലും ഈ ഇടതുപക്ഷത്തെ തള്ളിപ്പറയുന്നതായി കാണാൻ സാധിച്ചിട്ടില്ല. ഇടതുപക്ഷത്തെ അപജയങ്ങൾക്കെതിരെയാണ് ശബ്ദമുയർത്തുന്നത്. പക്ഷേ ഇടതുപക്ഷത്തിനെതിരെ തന്നെയാണ് യൂത്ത് കോൺഗ്രസും ശബ്ദമുയർത്തുന്നത്. യൂത്ത് കോൺഗ്രസ് ആണ് പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ജോസഫ് അഗസ്റ്റിൻ. BJPയുടെ 3ാം സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് തന്നെ പ്രഖ്യാപിക്കും. തിരുവനന്തപുരം സെൻട്രലിൽ കരമന ജയന് സാധ്യത. കോൺഗ്രസ് നേതാക്കളായ BS അനൂപും അരുൺ രാജും BJPയിൽ ചേർന്നു. RJD വിട്ട V സുരേന്ദ്രൻപിള്ളയുടെ BJP പ്രവേശം വൈകുന്നു. വിവരങ്ങളുമായി അൺഫിലിറ്റ് ഡിസൂസ ചേരുന്നു. അൺഫിലിറ്റ്, സംസ്ഥാനത്ത് ഇന്നലെ ഈ കോൺഗ്രസിന്റെ 2ാം പട്ടിക വന്നതോടുകൂടി തന്നെ ഒരു ചിത്രം ഏകദേശം വ്യക്തമായിട്ടുണ്ട്. ഇനി BJPയുടെ ഒരു 3ാം പട്ടികയാണ് പ്രതീക്ഷിക്കുന്നത്. തിരുവനന്തപുരം സെൻട്രലിൽ ആര് എന്നുള്ളതാണ് പ്രധാന ചോദ്യം. ഒപ്പം തന്നെ ഈ കോൺഗ്രസ് നേതാക്കൾ BJPയിൽ ചേരുകയും ചെയ്തിട്ടുണ്ട്. സുരേന്ദ്രൻപിള്ളയുടെ കാര്യത്തിലും ഒരു തീരുമാനത്തിലേക്ക് എത്തേണ്ടതുണ്ട്. എന്തൊക്കെയാണ് അത് സംബന്ധിച്ചൊക്കെ അറിയാൻ കഴിയുന്നത്? അമ്പിളി ഇതിനകത്ത് BJP സംബന്ധിച്ചും അതായത് CPM സംബന്ധിച്ച് തിരുവനന്തപുരം സെൻട്രൽ എന്ന് പറയുന്ന സീറ്റ് ഏറ്റവും നിർണായകമായ സീറ്റാണ്. തിരുവനന്തപുരം സെൻട്രലിൽ CPM-ന് ഇതുവരെ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കഴിയുന്നില്ല എന്നതാണ് ഏറ്റവും ദയനീയമായ ഒരു സാഹചര്യം. കാരണം ജനാധിപത്യ കേരള കോൺഗ്രസ് ഘടകകക്ഷിക്ക് അത് വിട്ടു നൽകി. ആന്റണി രാജുവിനെ അയോഗ്യതയെ തുടരെ മത്സരിക്കുന്നില്ല. എന്നാൽ ആന്റണി രാജുവിനെ നിർദ്ദേശിക്കുന്ന ആളെ സ്ഥാനാർത്ഥിയാക്കണമെന്നാണ് ഇപ്പോൾ ജനാധിപത്യ കേരള കോൺഗ്രസ് പറയുന്നത്. CPM ഏറെക്കുറെ അംഗീകരിക്കുകയും ചെയ്തിരിക്കുകയാണ്. കാരണം ആ ഘടകകക്ഷിയിൽ നിന്ന് ഏറ്റെടുക്കുന്നില്ലെന്ന് പറഞ്ഞു. പക്ഷേ ഇതുവരെയുമായിട്ടും ഈ ഒരു നിമിഷം വരെയും ജനാധിപത്യ കേരള കോൺഗ്രസിന് അവരുടെ സ്ഥാനാർത്ഥി ആരാണ് എന്ന് പ്രഖ്യാപിക്കാൻ കഴിയുന്നില്ല. കടുത്ത അമർഷത്തിലാണ് CPM. അത് CPM ഒരു മുന്നറിയിപ്പ് എന്ന രീതിയിൽ പറഞ്ഞിരിക്കുന്നു. ഇന്ന് തന്നെ സ്ഥാനാർത്ഥി അവർ പ്രഖ്യാപിക്കണം, അല്ലെങ്കിൽ CPM ആ സീറ്റ് ഏറ്റെടുക്കുന്ന അടക്കമുള്ള നടപടികളിലേക്ക് പോകുമെന്ന് പറഞ്ഞിരിക്കുന്നു. മറ്റൊന്ന് BJPക്കായിരുന്നു ഇവിടെ ഇതുവരെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കഴിയാതിരുന്നത്. BJP ആ 1ഉം 2ഉം ഘട്ടത്തിലൊക്കെ തന്നെ ആ സീറ്റ് ഒഴിച്ചിട്ടത് പോലും പാർട്ടിയിൽ നിന്നൊക്കെ മറ്റു പാർട്ടിയിൽ നിന്ന് ചാടി വരുന്ന വിമതരേക്ക് ലക്ഷ്യമിട്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അത് ഇടതുപക്ഷത്ത് നിന്ന് RJD വിട്ടുവന്ന V സുരേന്ദ്രപിള്ളയുമായി ചർച്ചകളൊക്കെ നടന്നു. ഇന്ന് രാവിലെ വരെയും സുരേന്ദ്രപിള്ള ആയിരിക്കും പ്രതീക്ഷിച്ചു. എന്നാൽ BJP ചിഹ്നത്തിൽ മത്സരിക്കണമെന്ന് നിർദ്ദേശം മുന്നോട്ട് വെച്ചപ്പോൾ അത് അദ്ദേഹത്തിനൊപ്പം വന്നവർക്ക് വിമുഖതയായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം അത് ആലോചിച്ച് പിന്നീട് തീരുമാനിക്കാമെന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും അത് തീരുമാനം വൈകുന്നതുകൊണ്ട് BJP തന്നെ കരമന ജയൻ തന്നെ, അതായത് BJPയുടെ സിറ്റി പ്രസിഡന്റ് ആയിരിക്കുന്ന കരമന ജയൻ, ഇത് ആദ്യ ഘട്ടത്തിൽ തന്നെയും കരമന ജയൻ തന്നെയായിരുന്നു ചർച്ചകൾ ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് ഇത്തരത്തിൽ വിമതരെ നിർത്താനുള്ള നീക്കം ആലോചിച്ചപ്പോഴാണ് അത് നടക്കാതെ പോയി. അതുകൊണ്ട് ഇപ്പോൾ കരമന ജയൻ തന്നെ. കാരണം BJP സംബന്ധിച്ച് തിരുവനന്തപുരം സെൻട്രൽ എന്ന് പറയുമ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ അടിസ്ഥാന വോട്ടുകളുള്ള ഒരു മറ്റൊരു മണ്ഡലം തന്നെയാണ്. കഴക്കൂട്ടം വട്ടിയൂർക്കാവ് നിയമമൊക്കെ കഴിഞ്ഞ ഏറ്റവും പ്രതീക്ഷയുള്ള മണ്ഡലമാണ് സെൻട്രൽ. അതുകൊണ്ട് അവിടെ BJP സ്ഥാനാർത്ഥി തന്നെ നിർത്താൻ തീരുമാനിച്ചു. മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ ചിറയൻകീഴ് സ്ഥാനാർത്ഥി അവർ പ്രഖ്യാപിച്ചിരുന്നില്ല. കോവളത്തും അത് തന്നെയായിരുന്നു. ഇപ്പോൾ ചിറയൻകീഴ് കോൺഗ്രസിന്റെ കഴിഞ്ഞ തവണത്തെ UDF സ്ഥാനാർത്ഥിയായിരുന്ന BS അനൂപ് ഇപ്പോൾ പാർട്ടി വിട്ടു വന്നു. അവിടെ സ്ഥാനാർത്ഥിത്വം തനിക്ക് ലഭിച്ചില്ല, താൻ ലിസ്റ്റിലുണ്ടായിരുന്നു, നിഷേധിച്ചുകൊണ്ട് അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് പാർട്ടി വിട്ടിറങ്ങുന്നു BS അനൂപ്. ഇപ്പോൾ BS അനൂപ് കോൺഗ്രസിൽ നിന്ന് ചേർന്നിരിക്കുകയാണ്, BJP ചേർന്നിരിക്കുകയാണ്. BJP സ്ഥാനാർത്ഥിയായി സംവരണ മണ്ഡലമാണ് ചിറയൻകീഴ്. രമ്യ ഹരിദാസ് കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥിയായിരുന്നു. രമ്യ ഹരിദാസിനെതിരെ കടുത്ത പ്രതിഷേധം ഉയർത്തിയ കോൺഗ്രസ് നേതാക്കൾ അവിടെ ഉണ്ടായിരുന്നു. ആ നേതാക്കളൊരാണ് BS അനൂപും അതോടൊപ്പം തന്നെ അനുരാജും. ഇവർ രണ്ടുപേരും കോൺഗ്രസ് വിട്ട് ഇവർ KPC നിർവാഹക സമിതി അംഗമൊക്കെ ആയിരുന്ന വ്യക്തികളാണ് ഈ അനുരാഗ്. അപ്പോൾ ഈ അനൂപ് എന്ന് പറയുന്നത് ദളിത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റാണ്. അപ്പോൾ ഉത്തരവാദിത്ത പദവിയിൽ ഇരിക്കുന്ന ജില്ലാ നേതാക്കളാണ്. ഈ രണ്ടുപേരും പാർട്ടി വിട്ടത്. അനൂപിനെ സംബന്ധിച്ച് കഴിഞ്ഞ തവണ BJPയുടെ 3ാം സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് തന്നെ പ്രഖ്യാപിക്കും. തിരുവനന്തപുരം സെൻട്രലിൽ കരമന ജയന് സാധ്യത എന്നുള്ളതാണ് വിവരം. RJD വിട്ട V സുരേന്ദ്രൻപിള്ളയുടെ BJP പ്രവേശവും വൈകുന്നു. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അൺഫിലിറ്റ്. കോൺഗ്രസിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും അതൃപ്തിയും അവസാനിക്കുന്നില്ല. ഇപ്പോൾ അതൃപ്തി പരസ്യമാക്കിയിരിക്കുകയാണ് ജോസഫ് വാഴക്കൻ. ഏറ്റുമാനൂർ സീറ്റിൽ നിന്ന് തന്നെ ഒഴിവാക്കിയതിൽ വിഷമമുണ്ട്. തന്റെ പേര് മാത്രമാണ് ലിസ്റ്റിലുണ്ടായിരുന്നത്. പ്രചാരണത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിരുന്നു. അവസാന നിമിഷമാണ് തന്നെ മാറ്റിയത്. തന്നേക്കാൾ മികച്ച സ്ഥാനാർത്ഥിയാണോ ഏറ്റുമാനൂരിലേതെന്ന് പാർട്ടിയാണ് വിലയിരുത്തേണ്ടതെന്നും വാഴക്കൻ പറഞ്ഞു. സ്വതന്ത്രനായി മത്സരിക്കില്ലെന്നും പാർട്ടിക്ക് വിധേയനായി പ്രവർത്തിക്കുമെന്നും ജോസഫ് വാഴക്കൻ വ്യക്തമാക്കി. പാർട്ടി പറഞ്ഞതും എനിക്ക് തന്നൊരു ധാരണ എനിക്ക് വേണ്ടിയിട്ട് പ്രത്യേകം പേര് പറഞ്ഞിരുന്നതാണ്. പക്ഷേ അത് ലാസ്റ്റ് വന്നപ്പോൾ അതങ്ങനൊരു നമ്മൾ സ്ഥാനാർത്ഥി രംഗത്തുനിന്ന്
നമ്മളെ ഒഴിവാക്കി. അത്രയാണ് ലാസ്റ്റ് സംഭവിച്ചത്. എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരു പ്രശ്നമേ ഉള്ളൂ, ഒരു വിഷമമേ ഉള്ളൂ. കാരണം ഇത് നേരത്തെ തന്നെ ഞാൻ അവിടെ ചോദിച്ചൊരു സീറ്റായിരുന്നില്ല. അപ്പം അവിടെ PN വാസവനെതിരെ ഞാൻ മത്സരിക്കുന്നതാണ് നല്ലതെന്നുള്ളൊരു പൊതു അഭിപ്രായത്തിൻ്റെ പേരിൽ KPCC നേതൃത്വമാണ് എൻ്റെ അടുത്ത് ഏറ്റുമാനൂർ ശ്രദ്ധിക്കാൻ പറഞ്ഞത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സഹപ്രവർത്തകർക്കായി പ്രചാരണത്തിനിറങ്ങാൻ താൽപ്പര്യമുണ്ടെന്ന് നടൻ ആസിഫ് അലി. രമേശ് പിഷാരടി വളരെ നന്നായി സംസാരിക്കുന്ന ആളാണ്. ആകാംക്ഷയോടെയാണ് അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തെ നോക്കിക്കാണുന്നതെന്നും ആസിഫ് അലി പറഞ്ഞു. കലൂർ സ്റ്റേഡിയത്തിൽ പെരുന്നാൾ പ്രാർത്ഥനാ നമസ്കാരത്തിനെത്തിയതായിരുന്നു ആസിഫ് അലി. ഈ പ്രാവശ്യം തൊടുപുഴയിൽ പോകാനുള്ള സമയം കിട്ടിയില്ല. ഷൂട്ടിംഗ് എറണാകുളത്താണ്. അതുകൊണ്ട് തന്നെ എറണാകുളം കലൂർ സ്റ്റേഡിയത്തിലുള്ള ഈദ്ഗാഹിലാണ് എത്തിയത്. ഒരുപാട് പ്രിയപ്പെട്ടവര്, വളരെ അടുത്തറിയാവുന്നവര്, വളരെ ആകാംക്ഷയോടെ നോക്കിക്കാണുന്നവരൊക്കെ ഇലക്ഷൻ നിൽക്കുന്ന ഒരു വർഷം കൂടിയാണിത്, ഒരു ടേം കൂടിയാണിത്. അപ്പം ഉറപ്പായിട്ടും അതിന്റെ എല്ലാ എക്സൈറ്റ്മെന്റും ഉണ്ട്. വരും ദിവസങ്ങളിലൊക്കെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയൊക്കെ പ്രചാരണത്തിന് പോകണം എന്ന് ആഗ്രഹമുണ്ട്. സമയം അനുവദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വരുന്ന ദിവസങ്ങളിലൊക്കെ ഇലക്ഷൻ മണ്ഡലങ്ങളിലൊക്കെ കാണാൻ പറ്റും. വ്രതശുദ്ധിയുടെ നാളുകൾക്ക് ശേഷം ചെറിയ പെരുന്നാൾ വിപുലമായി ആഘോഷിച്ച് മലബാറിലെ ഇസ്ലാം മതവിശ്വാസികൾ കോഴിക്കോട് ബീച്ച് ഉൾപ്പെടെ വിവിധയിടങ്ങളിൽ സംഘടിപ്പിച്ച സംയുക്ത ഈദ്ഗാഹുകളിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. ഈദ്ഗാഹുകളിൽ മതപണ്ഡിതർ പെരുന്നാൾ സന്ദേശവും നൽകി. ഒരു മാസം നീണ്ട വ്രതാനുഷ്ഠാനത്തിന് ശേഷമാണ് വിശ്വാസികൾ ഇത്തവണ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നത്. ഈദ്ഗാഹുകളിലും പള്ളികളിലുമായി പെരുന്നാൾ നമസ്കാരത്തിൽ ആയിരങ്ങൾ പങ്കെടുത്തു. കേരളത്തിലും ഇസ്ലാമോഫോബിയ വളർന്നു വരുന്നുണ്ടെന്നും വെറുപ്പിനെ നേരിടാൻ ഇത്തരം ആഘോഷങ്ങൾ കൊണ്ട് സാധിക്കണമെന്നും ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ മുജീബ് റഹ്മാൻ പെരുന്നാൾ സന്ദേശത്തിൽ പറഞ്ഞു. മുസ്ലിം സമൂഹം വലിയ വെല്ലുവിളി നേരിടുന്ന കാലഘട്ടമാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നമ്മുടെ ആഘോഷത്തിന്റെ വേളയിൽ, സന്തോഷത്തിന്റെ വേളയിൽ നമ്മുടെ ചുറ്റും നിൽക്കുന്ന മുഴുവൻ മനുഷ്യരെയും നമ്മൾ ചേർത്ത് നിർത്തുക എന്നുള്ളത് പ്രധാനമാണ്. ഞാൻ പറയേണ്ടതില്ലല്ലോ, ഇസ്ലാമോഫോബിയയുടെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. വെറുപ്പുൽപാദനം ബോധപൂർവ്വം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഹെയ്റ്റ് ലാബിന്റെ കണക്കനുസരിച്ച് കഴിഞ്ഞ വർഷം മാത്രം നടന്നത് 1318 ഹെയ്റ്റ് സ്പീച്ചുകളാണ്. ആരാണ് നടത്തുന്നത്? തെരുവിലാരോ അല്ല നടത്തുന്നത്. നമ്മുടെ ഭരണ നിർവഹണവുമായി ബന്ധപ്പെട്ട പങ്കാളിത്തം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഭരണാധികാരികൾ വരെ ഇന്ന് ഹെയ്റ്റ് സ്പീച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഭക്തിയുടെയും സഹജീവി സ്നേഹത്തിന്റെയും ആഘോഷമാണ് ചെറിയ പെരുന്നാളെന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും ഭക്തിയുടെയും ആഘോഷമായിട്ടാണ് ഈദിനെ അള്ളാഹു അവതരിപ്പിക്കുന്നത്. പെരുന്നാൾ ആഘോഷത്തിൻ്റെ ദിനം കൂടിയാണ്. ആ ആഘോഷം എന്നുള്ളത് സൗഹൃദത്തിൻ്റെ ആഘോഷമാണ്, സ്നേഹത്തിൻ്റെ ആഘോഷമാണ്, അതുപോലെ തന്നെ സാഹോദര്യത്തിൻ്റെ ആഘോഷമാണ്. എല്ലാവർക്കും സുഭിക്ഷത ഈ ഒരു ദിവസം ഉറപ്പുവരുത്തുന്നു വിശുദ്ധ ദീനുൽ ഇസ്ലാം ഈദുൽ ഫിത്തർ. പുത്തൻ വസ്ത്രവും അണിഞ്ഞ് ചെറിയ പെരുന്നാൾ ബന്ധുക്കൾക്കും കൂട്ടുകാർക്കുമൊപ്പം ചേർന്ന് വലിയ ആഘോഷമാക്കുകയാണ് യുവാക്കൾ. വീട്ടിലെല്ലാം പോവാ, എല്ലാവരും മീറ്റ് ചെയ്യാ. പിന്നെ ഇതാണ് രസം, ഫാമിലി മീറ്റ്സിനെ കാണാൻ പോവാ, പിന്നെ ഫ്രണ്ട്സിനെ പെരുന്ന് കറങ്ങുക, ഫോട്ടോ എടുക്കുക. ഒരു ഹാപ്പി ആവണ മൊമെന്റ് ആണ്. ഇപ്പോൾ ബിരിയാണി ഉണ്ടാവും, മന്തി ഉണ്ടാവും, ഫ്രണ്ട്സിന്റെ ഫാമിലിന്റെ വീട്ടിലൊക്കെ പോകും. ഇത് മുബാറക്. പാണക്കാട് തങ്ങൾമാർ പാണക്കാട് ജുമാ മസ്ജിദിലും PK കുഞ്ഞാലിക്കുട്ടി കാരത്തോട് ജുമാ മസ്ജിദിലും പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുത്തു. വിവിധ ബ്യൂറോകൾക്കൊപ്പം അമൃത ന്യൂസ് കോഴിക്കോട്. ലോകത്ത് ഇസ്ലാമോഫോബിയ ശക്തിപ്പെടുന്നുവെന്നും തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കണമെന്നും പാളയം ഇമാം VP സുഹൈബ് മൗലവി. ലോകം യുദ്ധമുഖത്ത് നിൽക്കുമ്പോൾ വിട്ടുവീഴ്ച ചെയ്തും സമാധാനം പുലരണമെന്നും VP സുഹൈബ് മൗലവി പറഞ്ഞു. ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ രാവിലെ ഈദ് നമസ്കാരത്തിന് ശേഷം പെരുന്നാൾ സന്ദേശം നൽകുകയായിരുന്നു പാളയം ഇമാം. ജാതി മത കക്ഷി രാഷ്ട്രീയ വ്യത്യാസങ്ങളില്ലാതെ ആളുകൾക്കിടയിൽ പരസ്പരം സ്നേഹിച്ചുകൊണ്ട് മുന്നോട്ട് പോവാൻ നമുക്ക് സാധിക്കണം. ആ പരസ്പര സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും സന്ദേശം തന്നെയാണ് പെരുന്നാൾ എന്ന് പറയുന്നത്. ലോകത്ത് നിലക്കാത്ത വെടിയൊച്ചകൾ നിരന്തരമായി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും സഹോദരങ്ങളെ, സമാധാനം പുലരണം എന്ന് തന്നെയാണ് ലോകം മുഴുക്കയും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. പരസ്പരം വിട്ടുവീഴ്ചകൾ ചെയ്തിട്ടാണെങ്കിലും ഒരു സമാധാന കരാർ രൂപപ്പെടുത്താൻ ലോകരാഷ്ട്രങ്ങൾക്ക് സാധ്യമാവട്ടെ എന്നതാണ് സഹോദരങ്ങളെ, സഹോദരിമാരെ നമ്മുടെ പ്രാർത്ഥന. എറണാകുളം കലൂർ സ്റ്റേഡിയത്തിൽ ഒരുക്കിയ ഈദ്ഗാഹിൽ പെരുന്നാൾ നമസ്കാരത്തിനായി നൂറുകണക്കിന് ആളുകളാണ് എത്തിയത്. മറൈൻ ഡ്രൈവിലും കലൂർ സ്റ്റേഡിയത്തിലുമാണ് ജില്ലയിലെ പ്രധാന ഈദ്ഗാഹുകൾ ഒരുക്കിയിരുന്നത്. ഈദ്ഗാഹുകളിൽ സ്ത്രീകൾക്ക് നമസ്കരിക്കാൻ പ്രത്യേക സൗകര്യം ഒരുക്കിയിരുന്നു. ഈദ് നമസ്കാരത്തിൽ പങ്കെടുത്ത് ഖുതുബ ശ്രവിച്ച് ആശംസകൾ കൈമാറിയാണ് വിശ്വാസികൾ വീടുകളിലേക്ക് മടങ്ങിയത്. കലൂരിൽ നടൻ ആസിഫ് അലി ഈദ് നമസ്കാരത്തിനെത്തിയിരുന്നു.
സംഘർഷത്തിന്റെയും ആശങ്കയുടെയും നടുവിലാണെങ്കിലും ഗൾഫ് രാജ്യങ്ങളും ചെറിയ പെരുന്നാൾ ആഘോഷത്തിലാണ്. പ്രവാസികളടക്കമുള്ള വിശ്വാസികൾ പെരുന്നാൾ നമസ്കാരത്തിനായി ഒത്തുചേർന്നു. ഇപ്പോഴത്തെ സാഹചര്യം കണക്കിലെടുത്ത് പൊതു ഇടങ്ങളിലെ ഈദ്ഗാഹുകൾ UAE-യിൽ ഇത്തവണ ഇല്ലായിരുന്നു. പള്ളികളിലാണ് പെരുന്നാൾ നമസ്കാരം നടന്നത്. ആയിരക്കണക്കിന് വിശ്വാസികൾ നമസ്കാരത്തിനായി പള്ളികളിലെത്തി. കഴിഞ്ഞ ദിവസത്തെ കനത്ത ഇടിവിന് ഓഹരി വിപണി തിരിച്ചുവരവിന്റെ പാതയിൽ. ഇന്ന് ഓഹരി വിപണി നേട്ടത്തോടെയാണ് വ്യാപാരം തുടങ്ങിയത്. സെൻസെക്സ് 977 പോയിന്റ് ഉയർന്ന് 75,184 എന്ന നിലയിലും നിഫ്റ്റി 302 പോയിന്റ് ഉയർന്ന് 23,303-ലുമാണ് വ്യാപാരം തുടങ്ങിയത്. സെൻസെക്സ് ഒരു ഘട്ടത്തിൽ 800 പോയിന്റ് ഉയർന്നു. അതിനിടെ ഡോളറിനെതിരെയുള്ള രൂപയുടെ മൂല്യം വീണ്ടും ഇടിഞ്ഞു. 26 പൈസ ഇടിഞ്ഞ് 92 രൂപ 89 പൈസയായി. കഴിഞ്ഞ ദിവസത്തെ കനത്ത ഇടിവിന് ശേഷം സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇന്ന് വർധനവ്. ഇന്ന് പവന് 480 രൂപ കൂടി 1,10,680 രൂപയായി. 1 ഗ്രാം സ്വർണ്ണത്തിന് 60 രൂപയാണ് കൂടിയത്. ഇതോടെ 1 ഗ്രാമിന് 13,835 രൂപയായി. ഇന്നലെ 1 പവൻ സ്വർണ്ണത്തിന്റെ നിരക്ക് 1,10,200 രൂപയായിരുന്നു. ഇന്നലെ 3 തവണയാണ് സ്വർണ്ണത്തിന്റെ വില കുറഞ്ഞത്. ഇന്ന് പുലർച്ചെയുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും കോഴിക്കോട് ചാത്തമംഗലം പെരുമണ്ണ മേഖലയിൽ വ്യാപകമായ നാശനഷ്ടം. വീടുകൾക്ക് മുകളിൽ മരങ്ങൾ വീണും വൈദ്യുതി ലൈനുകൾക്ക് മുകളിൽ മരക്കൊമ്പുകൾ പൊട്ടിവീണുമാണ് നാശനഷ്ടങ്ങൾ ഉണ്ടായത്. 2 പഞ്ചായത്തുകളിലെയും വിവിധ മേഖലകളിൽ വ്യാപകമായ കൃഷിനാശവും സംഭവിച്ചിട്ടുണ്ട്. നേന്ത്രവാഴ കർഷകരെയാണ് കാറ്റ് ഏറ്റവും കൂടുതൽ ബാധിച്ചത്. പെരുമണ്ണയിൽ വീടുകൾക്ക് മുകളിൽ മരങ്ങൾ വീണ് നിരവധി വീടുകൾ ഭാഗികമായി തകർന്നിട്ടുണ്ട്. മഞ്ചപ്പാറ തെക്കേത്തൊടി ഭദ്രകാളി ക്ഷേത്രത്തിന്റെ മേൽക്കൂരയാണ് തകർന്നത്. ആലപ്പുഴ കായംകുളം മുക്കവലയിൽ പത്തിരിക്കടയിൽ ബഹളം. മുൻകൂട്ടി ബുക്ക് ചെയ്തവർക്ക് പത്തിരി കിട്ടാത്തതാണ് ബഹളത്തിന് കാരണം. പെരുന്നാളിന് ആവശ്യമായ പത്തിരി മുൻകൂട്ടി ബുക്ക് ചെയ്യാമെന്ന ബോർഡ് കടയിൽ സ്ഥാപിച്ചിരുന്നു. ഇങ്ങനെ ബുക്ക് ചെയ്തവരാണ് പത്തിരി കിട്ടാതെ വന്നതോടെ ബഹളമുണ്ടാക്കിയത്. പോലീസ് എത്തിയെങ്കിലും പ്രശ്നം പരിഹരിച്ചില്ല. കഞ്ചാവ് തോട്ടങ്ങൾ കണ്ടെത്താൻ ഇടുക്കി ജില്ലയിൽ എക്സൈസ് വകുപ്പിന്റെ ഓപ്പറേഷൻ സീ ഹണ്ട്. മുൻകാലങ്ങളിൽ കഞ്ചാവ് കൃഷി നടന്നിട്ടുള്ള ഇടങ്ങളിലും കൃഷിക്ക് സാധ്യതയുള്ള പ്രദേശങ്ങളിലുമാണ് ഓപ്പറേഷൻ സീ ഹണ്ടിന്റെ ഭാഗമായി പരിശോധന നടക്കുന്നത്. കഞ്ചാവ് തോട്ടങ്ങൾ കണ്ടെത്താൻ ഇടുക്കി ജില്ലയിൽ എക്സൈസ് വകുപ്പിന്റെ ഓപ്പറേഷൻ സീ ഹണ്ടിന്റെ ഭാഗമായുള്ള പരിശോധനകൾ ആരംഭിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് പ്രത്യേകം പരിശോധന നടത്തുന്നത്. മുൻകാലങ്ങളിൽ കഞ്ചാവ് കൃഷി നടന്നിട്ടുള്ള ഇടങ്ങളിലും ഇനി കൃഷി നടക്കാൻ സാധ്യതയുള്ളതുമായ പ്രദേശങ്ങളിലാണ് പരിശോധന. ഇത്തരം സ്ഥലങ്ങളുടെ ലിസ്റ്റ് എക്സൈസ് രഹസ്യാന്വേഷണ വിഭാഗം തയ്യാറാക്കി. പഴുതുകളടച്ച് വ്യാപകമായ പരിശോധന നടത്താനാണ് എക്സൈസ് വകുപ്പിന്റെ തീരുമാനം. എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ്, നർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ്, പോലീസ്, ഫോറസ്റ്റ് തുടങ്ങിയ വകുപ്പുകളുടെ സഹായത്തോടെയാണ് പരിശോധന നടത്തുക. ഇതിലൂടെ നമുക്ക് മയക്കുമരുന്നിൻ്റെ വ്യാപനം, നിർമ്മാണം മുതൽ കടത്ത്, വിൽപ്പന, ഉപയോഗം എല്ലാ മേഖലകളിലും കർശന പരിശോധന നടത്തി ഈ മയക്കുമരുന്നിൻ്റെ വ്യാപനം പൂർണ്ണമായും തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ലക്ഷ്യമാണ് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. സ്റ്റേറ്റ് എക്സൈസ് ഇന്റലിജൻസ് ജോയിന്റ് കമ്മീഷണർ റോബർട്ട് വിയുടെ നിർദ്ദേശാനുസരണമാണ് പരിശോധനകൾ നടക്കുന്നത്. വട്ടവടയുടെ സമീപ മേഖലയായ വത്സപ്പെട്ടി, വയൽത്തുറക്കുടി, മൂലവള്ളക്കുടി, തുളമല പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു കഴിഞ്ഞ ദിവസം പരിശോധന. വരും ദിവസങ്ങളിൽ കൂടുതൽ ഇടങ്ങളിൽ പരിശോധന നടക്കുമെന്ന് എക്സൈസ് അധികൃതർ അറിയിച്ചു. അമൃത ന്യൂസ്, ഇടുക്കി. ലൈംഗിക പീഡന പരാതിയിൽ CPM പ്രാദേശിക നേതാവിനെതിരെ കേസ്. പത്തനംതിട്ട റാന്നി സ്വദേശി അലൻ മാത്തുവിനെതിരെയാണ് പരാതി. വിവാഹ വാഗ്ദാനം നൽകി തുടർച്ചയായി ദുരുപയോഗം ചെയ്തുവെന്ന് പരാതിയിൽ പറയുന്നു. സംഭവത്തിൽ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചുവെന്നും ആരോപണമുണ്ട്. പിന്നീട് പരാതിക്കാരി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതിനെ തുടർന്നാണ് കേസെടുത്തത്. നിലവിൽ പരാതിക്കാരി ചികിത്സയിലാണ്. അതേസമയം CPM റാന്നി ഏരിയ കമ്മിറ്റി അംഗവും DYFI ബ്ലോക്ക് പ്രസിഡന്റുമായ അലൻ മാത്തുവിനെ തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്ന് നീക്കിയെന്ന് CPM നേതൃത്വം അറിയിച്ചു. ചരിത്രത്തിലാദ്യമായി ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് വേദിയാകാൻ ഇന്ത്യ. 2028 ലോക ഇൻഡോർ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് ഒഡീഷയിലെ ഭുവനേശ്വറിലെ കലിംഗ സ്റ്റേഡിയം സമുച്ചയത്തിൽ നടക്കും. പോളണ്ടിലെ ടോറൂണിൽ നടന്ന വേൾഡ് അത്ലറ്റിക്സ് കൗൺസിൽ യോഗത്തിലാണ് മത്സരത്തിന്റെ ആതിഥേയത്വ അവകാശം ഇന്ത്യക്ക് നൽകിയത്. അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യൻ അത്ലറ്റിക്സിന്റെ വളർന്നുവരുന്ന നിലവാരത്തിന്റെ സൂചനയാണ് അംഗീകാരമെന്ന് അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ പ്രതികരിച്ചു. ഇതോടെ ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബിൽ കാണാം.